തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് 3 മുന്നണികളും കളത്തിലിറങ്ങുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF കോൺഗ്രസ് സടകുടൻ എഴുന്നേറ്റു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 10 സീറ്റിൽ നിന്ന് 51 എന്നത് അത്ര എളുപ്പമാണോ എന്നാണ് അറിയേണ്ടത്. എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടോ? കാരണം ഈ 10 സീറ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കിടക്കുന്നത്. രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, LDFനെതിരായിട്ടുള്ള ഒരു മൊത്തം വികാരമുണ്ട്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടും വികാരമുണ്ട്, കോർപ്പറേഷനെതിരായിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ BJP ആണ് UDFന് ലഭിക്കേണ്ട കുറേ വോട്ടുകൾ അവർ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷേ ഇത്തവണ അവരൊരു കൗൺസിലറുടെ ആത്മഹത്യ ഉൾപ്പെടെ, ഇപ്പോൾ അനന്തപുരി ബാങ്കിലുൾപ്പെടെ വരുന്ന ആരോപണങ്ങൾ, അതായത് നിക്ഷേപ തട്ടിപ്പ്, ഒരു 2 ബാങ്കുകൾ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ തട്ടിപ്പ് നടത്തുന്നവർ നാളെ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു കൗൺസിലർക്ക് വരെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ മരണപ്പെട്ട കൗൺസിലർ ശ്രീ അനിൽകുമാർ രാഷ്ട്രീയമായിട്ട് അദ്ദേഹമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും കൗൺസിലിൽ ഇതുപോലെ ആക്ട് പഠിച്ച് പറയുന്നൊരു മെമ്പർ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി സ്വന്തം പാർട്ടിക്കാരാൽ വഞ്ചിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്തു. ശ്രീ MS കുമാർ സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ള ബാങ്കിൽ അദ്ദേഹം പറഞ്ഞ എൻ്റെ പാർട്ടിക്കാർക്കാണ് മുഴുവൻ ലോൺ കൊടുത്ത്, ഒറ്റ കാശ് തിരിച്ചു തരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയാൻ ഞാനും ആത്മഹത്യയുടെ വക്കീലാണ്. അപ്പോൾ 2 സഹകരണ സ്ഥാപനം, തലസ്ഥാനത്തെ 2 സഹകരണ സ്ഥാപനങ്ങൾ ലോണ് കൊടുത്തിട്ട് പോലും തിരിച്ചു കിട്ടാതെ ഒരാൾ ആത്മഹത്യ ചെയ്ത് മറ്റൊരാൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഇങ്ങനൊരു പാർട്ടിയെ ഭരണമേൽപ്പിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതിനുപോലെ അവരുടെ സംസ്ഥാന പ്രസിഡൻറ്റ് തന്നെ ബിസിനസ് ആവശ്യത്തിന് ലഭിച്ച ഭൂമി മറച്ചു വിറ്റ ആളാണ്. അപ്പോൾ സാമ്പത്തിക അലിഗേഷൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമില്ലാത്തവരാണ് BJPക്കാർ. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരമുണ്ട്, BJPക്കെതിരായിട്ടുള്ള വികാരമുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് 10ൽ നിന്ന് 51 മിനിമം എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ നീങ്ങുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പ്രഥമ പട്ടികയിൽ വന്നിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ അടുത്ത ദിവസം പുറത്തിറങ്ങുന്ന ഫൈനൽ ലിസ്റ്റിൽ ഞങ്ങൾ പരിഹരിക്കും. ഈ കെ ശബരിനാഥിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ്? യുവാക്കളെ കൂടുതലായി കേന്ദ്രീകരിക്കുക, യുവാക്കളെ കൂടുതൽ ആകർഷിക്കുക. കാരണം നഗരത്തിൻ്റെ വികസനത്തിൽ ഒരു പ്രധാന പങ്കാണ് ഹൈടെക് മേഖല. ആ മേഖലയിൽ നിന്ന് വരുന്നൊരു ചെറുപ്പക്കാരൻ തന്നെ നഗരത്തിന് പുതിയ മുഖച്ഛായ നൽകണം എന്ന് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ ശബരിനാഥ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം മാത്രമല്ല, ഹൈടെക് രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, കാര്യങ്ങൾ പഠിച്ചു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇതുൾപ്പെടെ നാളെ നഗരസഭയുടെ വികസനത്തിന് അത് പ്രയോജനപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. 2, കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു അപവാദം, നിങ്ങൾ സീരിയസ് അല്ല മത്സരത്തിൽ, ആരാ നിങ്ങളുടെ മേയർ കാൻഡിഡേറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയാനുണ്ടായിരുന്നില്ല. ഇത്തവണ അങ്ങനെയല്ല. അപ്പോൾ ശബരിനാഥനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയെന്ന് ഒഫീഷ്യലായിട്ട് പറയുന്നില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം എന്തിന് ശബരിനാഥനെ നിർത്തിയെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലിയറാണ്, ഇത്തവണ ഭരണം പിടിക്കാൻ തന്നെയാണ്. കൂടുതൽ ഞങ്ങൾ ചെറുപ്പക്കാരെ നിർത്തിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുണ്ട്, KSUവിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ഫുൾ ലിസ്റ്റ് ഇറങ്ങും. ഇന്നലെ 48 ഇറങ്ങിയതെങ്കിൽ കോൺഗ്രസ് ഏതാണ്ട് 84 സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ച്, അത്രയും സീറ്റിൽ തന്നെയാണ് ഇത്തവണയും മത്സരിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നം നാളെ തീർക്കും. അവരുടെ കുറച്ച് ഡിമാൻഡുകളുണ്ട്. ഉഭയകക്ഷി ചർച്ചയിലൂടെ അത് പരിഹരിക്കും. നാളെ അത് പരിഹരിച്ച് മറ്റന്നാൾ വീണ്ടും കോർപ്പറേഷൻ കോർ കമ്മിറ്റി കൂടി അവശേഷിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കും. കഴിഞ്ഞ തവണ 2 തവണ മേയർമാരായിരുന്നതും യുവാക്കളാണ്. അതായത് VK പ്രശാന്ത്, അത് കഴിഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ. അപ്പോൾ ഈ 2 യുവാക്കൾക്കും ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് ശബരിനാഥന് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ. അതായത് അവരെ 2 പേരെ അവരെ പാർട്ടി നിയന്ത്രിച്ചിരുന്നു. പാർട്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ അക്കാര്യത്തിൽ അവരുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വീക്ഷണം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ശബരിനാഥ് അങ്ങനെയല്ല. അദ്ദേഹം ഇപ്പോൾ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ കൂടെ നേതൃത്വം അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീക്ഷണമുണ്ട് നഗരത്തിനെക്കുറിച്ച്. അതിനോടൊപ്പം പാർട്ടി നിൽക്കും. അപ്പോൾ നഗരത്തിന് പുതിയ മുഖം നൽകുക. എന്തുകൊണ്ട് കൊച്ചിയോടൊപ്പം തിരുവനന്തപുരത്തിന് ഓടിയെത്താൻ കഴിയുന്നില്ല? ആ കുറവ് പരിഹരിക്കണം. ഇവ തന്നെ ഹൈടെക് നഗരമായിട്ടുള്ള കഴക്കൂട്ടത്ത് പോലും തെരുവിളക്കുകൾ കത്തുന്നില്ല. പലയിടത്തും പൈപ്പ് പൊട്ടുന്നു, കുടിവെള്ളക്ഷാമം. അപ്പോൾ തിരുവനന്തപുരം നഗരം സ്മാർട്ട് റോഡുകളൊക്കെ കുത്തിപ്പൊളിക്കാൻ തുടങ്ങി.
പൈപ്പ് പൊട്ടിയിട്ട്. കഴിഞ്ഞ ദിവസമാണ് സുഭാഷ് നഗറിൽ പൈപ്പ് പൊട്ടി സ്മാർട്ട് റോഡ് കുത്തി പൊളിച്ചു. ആമേഞ്ചാൻ തോട്ടിൽ ഒരു തൊഴിലാളി മരണപ്പെട്ട സംഭവം. സത്യം പറഞ്ഞാൽ നഗരസഭയും റെയിൽവേയുമായിട്ട് തർക്കമുണ്ടെങ്കിൽ ഒന്നുകിൽ ലോക്കൽ MP ഇടപെടുത്തണമായിരുന്നു, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് യോഗം വിളിച്ചാൽ മാത്രമേ റെയിൽവേക്കാർ വരൂ. ഇതറിയാതെ മേയർ നേരിട്ട് വിളിച്ചാലൊന്നും റെയിൽവേ വരില്ല. അതിന് MP ഓർ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി. അപ്പോൾ ആ കാര്യത്തിലെല്ലാം അലംഭാവം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഈ നഗരസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് VK പ്രശാന്തും ആര്യ രാജേന്ദ്രനും ചെറുപ്പക്കാർ തന്നെയായിരുന്നു. പക്ഷേ അവരുടെ വീക്ഷണങ്ങൾക്ക് ഒരു പ്രാധാന്യം അവരുടെ പാർട്ടി കൊടുത്തില്ല. നേരെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഹൈടെക് വീക്ഷണങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പ്രത്യേകിച്ച് ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ വളരെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. ശരിക്കും നിങ്ങൾ ഈ BJP കേന്ദ്രങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്? അല്ല, BJP ആണ് ഞങ്ങളുടെ വോട്ടുകൾ കുറേ ചോർത്തിയത്. അതുകൊണ്ട് തന്നെ ആ ചോർത്തിയ വോട്ടുകൾ തിരികെ കൊണ്ടുവരിക, എങ്കിൽ തന്നെ ഞങ്ങൾക്ക് ജയിക്കാനുള്ള വോട്ട് കിട്ടും. നിലവിലിപ്പോൾ കോൺഗ്രസിനുള്ളത് 8 വാർഡുകളാണ്. 8 വാർഡുകളാണ് നിലവിലുള്ളത്. 8 ഘടകകക്ഷികൾക്ക് 2, അങ്ങനെ 10 ആണ്. 10 ഞങ്ങളും കോൺഗ്രസും ഘടകകക്ഷികളും കൂടെ മിനിമം 51 ആൻഡ് എബോവ് എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ലോഗൻ. അതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി നിർണ്ണയം പാളിപ്പോയി. ആ വീഴ്ചയ്ക്ക് ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. കുറേയൊക്കെ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ലിസ്റ്റ് പുറത്ത് വന്നപ്പോൾ എന്തെങ്കിലും ഇംബാലൻസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ മറ്റന്നാളത്തെ പുതിയ ലിസ്റ്റിൽ അത് പരിഹരിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിലും കണക്കൂട്ടലിലുമാണ്. തിരുവനന്തപുരം നഗരത്തെ ഹൈടെക് നഗരമാക്കി മാറ്റുമെന്ന ആണ് കോൺഗ്രസ്. ഹൈടെക് നഗരമാക്കി മാറ്റുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു വാഗ്ദാനം നൽകി തന്നെയാവും ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുക. 10-ൽ നിന്ന് 52 എന്ന വലിയൊരു സംഖ്യയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. അനിലിനൊപ്പം അൻഫിലി ഡിസൂസ.